26ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമകളുടെ പ്രദർശനം തുടങ്ങി. ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശാഗന്ധിയിൽ നിർവഹിക്കും. 8 ദിവസത്തെ മേളയിൽ 173 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ആദ്യ ദിനം തന്നെ IFFK വേദികൾ ഉണർന്നു. തലസ്ഥാന നഗരം തുണിസഞ്ചിയും ടാഗും തൂക്കിയ IFFK ഡെലിഗേറ്റുകളാൽ നിറഞ്ഞു. പൂർണ്ണതോതിൽ പുനരാരംഭിക്കുന്ന മേളയ്ക്ക് പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ എത്തിയത്. പരമാവധി എല്ലാ പടങ്ങളും കാണുക, പ്രത്യേകിച്ച് നമ്മളെ മലയാളം പടങ്ങളുണ്ടെങ്കിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് കാണുക. പിന്നെ മത്സര വിഭാഗത്തിലേക്ക് വന്ന പടങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ്. തലശ്ശേരി നാട്ടിൽ തന്നെ നടത്തിയപ്പോൾ തന്നെ ആ സമയത്ത് ചില സാഹചര്യങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ വിഷമങ്ങളും ഇപ്രാവശ്യം തീർക്കാനുള്ള ശ്രമത്തിലാണ്. പരമാവധി നല്ല സിനിമകൾ കാണാൻ, അതിൻ്റെ ആസ്വദിക്കാനും ചർച്ചകളിൽ പങ്കെടുക്കാനും ഒക്കെ ആണ് ഇപ്രാവശ്യത്തെ വരവ്. ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ March 18 മുതൽ തുടങ്ങുവാണെന്ന് ഇപ്പൊ ഇതാണ് ഓപ്പർച്യൂണിറ്റി. ലൈക്ക് ഇപ്പൊ പോയില്ലെങ്കിൽ ശരി, പ്രത്യേകിച്ച് നമ്മൾ ഫൈനൽ ഇയേഴ്സും കൂടെയാണ്. അപ്പൊ പിന്നെ ഇനി നെക്സ്റ്റ് ഒക്കെ നമ്മൾ പലരും പല വരിയിലൊക്കെ ആയിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് IFFK കണ്ടില്ലെങ്കിൽ പിന്നെ എപ്പോ കാണാനാണ്. അപ്പൊ ആ ഒരു ഇതിലാണ് വന്നത്. 8 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 173 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. 2 മലയാള ചിത്രങ്ങൾ ഉൾപ്പെടെ 14 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. 15 തിയേറ്ററുകളിലാണ് പ്രദർശനം നടക്കുന്നത്. നെടുമുടി വേണു, KPSC ലളിത ഉൾപ്പെടെയുള്ള മൺമറഞ്ഞവർക്ക് ആദരസൂചകമായി വിവിധ സിനിമകളും പ്രദർശിപ്പിക്കും. കുർദിഷ് സംവിധായിക ലിസ ചലാന് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നൽകി മുഖ്യമന്ത്രി ആദരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ അനുരാഗ് കശ്യപ് മുഖ്യ അതിഥിയായിരിക്കും. അനന്തപുരിയുടെ സിനിമാ കാഴ്ചകൾ വീണ്ടും മിഴിതുറന്നു. വരും ദിവസങ്ങൾ സിനിമാ പ്രേമികളുടെ തറവാടായി തിരുവനന്തപുരം മാറും. ക്യാമറാമാൻ പ്രിയനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, News 18 തിരുവനന്തപുരം.